കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് അത്തിവര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അങ്ങനെ വരുമ്പോൾ ആ താഴത്തുള്ള അനന്തശയനം കൂടി കണ്ടു തൊഴുത് നേരെ ഗോപുരവാതിൽ കിടക്കുക. ഗോപുരവാതിൽ കിടക്കുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും കെടാവിളക്കും കാണാം. അതേപോലെ വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ഉണ്ണിക്കണ്ണൻ കാളിയമ്മാവിൻ്റെ തലയിൽ ശിരസിൽ ചവിട്ടി നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനാണ്. അതാണ് ഇന്നത്തെ കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തലകൾ കാണാണ്ട്, പട്ടുകോണകം കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്. മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. അതേപോലെ തന്നെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട് വലത്തേ കയ്യിൽ. ഇടത്തേ കൈ കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട്. പിന്നെ പീരി പോലെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ 2 തിരുമുടിമാലകളുണ്ട്. ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ള, ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ട്. അതേപോലെ ഒരു ഉണ്ടമാലയുണ്ട്. അത് തെച്ചി, തുളസി, വെളുത്ത പൂവ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം. എല്ലാവരും കണ്ട് തൊഴുതോളൂ, നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ ആ നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിടപ്പള്ളി, ഗണപതി ഹോമമൊക്കെ നടത്തുന്ന തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആല്യക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം ഗണേശൻ്റെ അവിടേക്ക് വരിക. ഗണേശൻ്റെ അവിടെ വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോടെ. അത് കഴിഞ്ഞ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ വരുമ്പോൾ ധാരാളം മാലകളുണ്ട്. താമരമാലകളുണ്ട്, അതേപോലെ ചെണ്ടുമല്ലിമാല ഉണ്ട്, പിന്നെ ധാരാളം പൂക്കൾ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ അവിടെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതിനുശേഷം തൊട്ട് താഴെ ഭീഷ്മരുടെ ശരശയ്യയും ഒക്കെ കണ്ട് നമ്മൾ നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. വെറ്റില മാല ഉണ്ട്, അതേപോലെ ഒരു ലിഖിതമാല ഉണ്ട്, ഒരു തെച്ചിയുടെ മാലയുണ്ട്, അതേപോലെ കുങ്കുമമുണ്ട് ധാരാളം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ.
അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ തന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്ത അറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തിയ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസ്തുവര ഉണ്ണീനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന അനന്തൻ്റെ കാവലിൽ കൊണ്ടുപോകുന്ന മഴയത്ത് കൊണ്ടുപോകുന്ന ആ ശില്പം കാണാം. അതിനുശേഷം നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനമൊക്കെ തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ മുമ്പിലെത്തിയിട്ട് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് നമുക്ക് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം നേരെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. ആ കിടാവിളക്ക് കാണാം. അതിനുശേഷം അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം നമ്മളങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മിയുടെ അധീനയെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തെക്കേ നടയിലേക്ക് പോയിട്ട് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.